പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ധ്യാനിക്കുന്നത് തീത്തോസിൻ്റെ പുസ്തകത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ തിരുവചനം. ആരും കുറ്റം പറയാത്ത വിധം നിർദോഷമായ സംസാര രീതി പരിശീലിക്കുക. ആരും കുറ്റം പറയാത്ത വിധം അതായത് ദോഷം വരാത്ത വിധത്തിൽ നാവിനെ ഉപയോഗിക്കാൻ പരിശീലിക്കുക. ചിലപ്പോഴെങ്കിലും പ്രിയ സഹോദരങ്ങളെ, ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ തൊഴിൽ മേഖലകളിൽ, നമ്മുടെ യൂണിറ്റുകളിൽ, ഇടവകകളിലൊക്കെ നമ്മൾ ഈ വഴക്കിൻ്റെ ഒക്കെ അടിസ്ഥാന കാരണം നിർദോഷമായ സംസാര രീതി നമ്മൾ പരിശീലിച്ച് വാ തുറന്നു കഴിഞ്ഞ് കുറ്റപ്പെടുത്തുന്ന, വാ തുറന്നു കഴിഞ്ഞ് പരദൂഷണം പറയുന്ന ഒരു സംസാര ശൈലിയാണ്, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന രീതിയാണ് പലപ്പോഴും നമ്മുടെ കൂട്ടായ്മകളിലെ ഭിന്നതകൾക്ക് കാരണം. അതുകൊണ്ട് ഇന്ന് ഈ വചനം എത്രയോ ശ്രേഷ്ഠമാണ്, അല്ലെ? ആരും കുറ്റം പറയാത്ത വിധത്തിൽ നിർദോഷമായ സംസാര രീതി പരിശീലിക്കുക എന്ന് വചനം നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നാവിന് നമ്മൾ എങ്ങനെയാണ് പരിശീലിക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങളെ മറ്റുള്ളവർ കുറ്റം പറയുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് കുടുംബത്തിലായിരിക്കാം, മറ്റെവിടെയാണെങ്കിലും നമ്മളത് നിർദോഷമായ സംസാര രീതി പരിശീലിപ്പിക്കാനായിട്ട് നമ്മൾ CBSE പരിശീലനം നൽകും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പരിശീലനം നൽകും, മറ്റു പല പരിശീലനങ്ങളും നമ്മൾ നൽകുന്നുണ്ടാകും. നിർദോഷമായ രീതിയിൽ, നല്ല രീതിയിൽ നാവിനെ പരിശീലിപ്പിക്കാനായിട്ട് ഞാനോ എൻ്റെ മക്കളോ അതിനു വേണ്ടി മെനക്കെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യുന്നത് നന്നായിരിക്കും. ഈശോ എന്തായാലും ഈ ഒരു ദിനം വലിയൊരു അനുഗ്രഹത്തിൻ്റെ ദിനമാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ ആശംസകൾ കഴിയുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.